മറ്റുള്ളവർ കൊടുക്കുന്ന അവസരങ്ങളിലൂടെ ഔദാര്യങ്ങളിലൂടെ മാത്രം മുന്നോട്ടു പോകുന്ന ഒരു മത്സരാർത്ഥി ആണ് അർജുൻ. ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമല്ല കേട്ടോ. ഒരുവിധം ആ ബിഗ് ബോസ് വീട്ടിനുള്ളിലുള്ള എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. ശരണ്യ മോർണിംഗ് ടാസ്കിൽ ലൈവില് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുമുണ്ട്. അർജുൻ ഋഷിയുടെയും അൻസിബയുടെയും ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നാൽ ഗെയിം കളിക്കുമെന്ന് പ്രേക്ഷകരും കരുതിയിട്ടുണ്ടാകും. എന്നാൽ ശങ്കരൻ പിന്നെയും തെങ്ങുമൽ തന്നെ, യാതൊരു മാറ്റവുമില്ല. ഇടക്ക് ജാൻമോനിയുമായി ചെറുതായി വാക്കേറ്റം ഉണ്ടാക്കുന്നതൊഴിച്ചാൽ അർജുൻ ബിഗ് ബോസിൽ എന്തു ചെയ്യുന്നു? സൈഡിലൂടെ ഒരു കോംബോ ട്രാക്ക് ശ്രീതുവുമായി ട്രൈ ചെയ്യുന്നു. തുടക്കത്തിൽ കുറേ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയുള്ള അർജുന്റെ നോട്ടവും പുഞ്ചിരിയും ഒക്കെ രസകരമായിരുന്നു. എങ്കിലും ഇപ്പോൾ പതിയെ അതൊക്കെ ബോറാകുന്ന പോലെ. ജാസ്മിനെയും ഗബ്രിയെയും റിസോർട്ടിൽ വന്ന പോലുണ്ട് എന്ന് ലാലേട്ടന്റെ മുൻപിൽ പറഞ്ഞ അർജുന് ഈ ബന്ധത്തെ ഒരു പരിധിയിലധികം കൊണ്ടുപോകാനും കഴിയില്ല. അതേ ജാസ്മിനാണ് പവർ ടീമിലേക്ക് അർജുനെ തിരഞ്ഞെടുത്തതും. ഇന്നലത്തെ ലൈവിൽ അർജുൻ ശ്രീതുവിനെ പറ്റി അപ്സരയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ശ്രീതു വളരെ ജെന്യൂൻ ആണെന്നും ഹാർഡ് വർക്കർ ആണെന്നും പവർ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവൾ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായാൽ നന്നായിരിക്കുമെന്ന്. അതേസമയം ജാസ്മിനെ പറ്റി എന്താണ് പറഞ്ഞതെന്നറിയോ? ജാസ്മിൻ വന്നാൽ ഒരു പണിയും എടുക്കില്ല, അവസാനം അപ്സരയും ജാസ്മിനും കൂടെ അടിയാകാൻ സാധ്യതയുണ്ടെന്നും. ഗബ്രി ഇന്നലെ ജാസ്മിനോട് പറയുന്നുണ്ട് ഒരു കാര്യം, അർജുനും അപ്സരയ്ക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും. ദൈവത്തിനറിയാം ഇവരുടെ കാര്യങ്ങൾ. സേഫായി പോകാനും തൻ്റെ കാര്യങ്ങൾ പ്രശ്നമില്ലാതെ നടത്താനുമുള്ള ഒരു സെൽഫിഷ് മെന്റാലിറ്റിയാണ് അർജുനുള്ളത്. അർജുനെ പറ്റി ശരണ്യ കൃത്യമായി ലൈവിൽ ഇന്നലത്തെ മോർണിംഗ് ടാസ്കിൽ പറയുന്നുണ്ട്. പക്ഷേ എപ്പിസോഡിൽ അതെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് ഏഷ്യാനെറ്റ് എഡിറ്റ് ചെയ്ത് കളഞ്ഞു. എത്ര കാലം അർജുൻ ഇങ്ങനെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.